പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. 54-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെ ഉണ്ട്. അതിൻ്റെ ഇംഗ്ലീഷിൽ, ബിഹോൾഡ് ഗോഡ് ഈസ് മൈ ഹെൽപ്പർ, ദ ലോർഡ് ഈസ് വിത്ത് ദം ദാറ്റ് അപ്ഹോൾഡ് മൈ സോൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം നമ്മുടെ ധ്യാനത്തിനായി ദൈവം നൽകിയിരിക്കുകയാണ്. ദാവീദ് പറയുകയാണ്, ഇതാ ഞാൻ ദൈവത്തോടു കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ദൈവം എൻ്റെ സഹായകനായിരിക്കുന്നു. അതിനുശേഷം ഒരു മഹാസത്യം താൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ ആര് നോക്കുന്നോ അവരോടുകൂടെ ദൈവമില്ല. എന്നാൽ എൻ്റെ പ്രാണനെ, അതായത് എൻ്റെ ദേഹിയെ നശിച്ചു പോകാതെ അതിനെ പ്രയോജനമുള്ളവനെ ആദായപ്പെടുത്തുവാൻ ആര് പരിശ്രമിക്കുന്നുവോ, എന്നെ താങ്ങുന്നവൻ ആരോ, എൻ്റെ ആത്മാവിനെ നശിപ്പിച്ച് കളയാതിരിക്കത്തക്കവണ്ണം എനിക്ക് കൈത്താങ്ങ് തരുന്നവൻ ആരോ, അവനോടുകൂടെ കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ലോകത്തിൽ പല മനുഷ്യരെ നമ്മൾ കാണും. നമ്മുടെ കൂട്ടുകാർ, സ്വന്തക്കാർ, കുടുംബക്കാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുവിശ്വാസികൾ, അല്ലെങ്കിൽ നമ്മുടെ ഇടവകക്കാർ, നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ സമൂഹം, ഇങ്ങനെ പല രീതിയിലുള്ള മനുഷ്യരോടുകൂടെ ഒത്തുചേർന്ന് ഇടപഴകി ജീവിക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് ലോകത്തിലുള്ളത്. എന്നാൽ ഇങ്ങനെ ജീവിക്കുന്ന ജീവിതങ്ങളിൽ ചില മനുഷ്യരിൽ അവരോടുകൂടെ ദൈവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? കർത്താവ് അവരോടുകൂടെ ഉണ്ടെന്ന് നമുക്ക് കിട്ടുന്നതായ അനുഭവത്തിൽ കൂടെ. എന്താണ് അനുഭവം? അങ്ങനെ കർത്താവ് കൂടെയുള്ള വ്യക്തികൾ എന്നെ നശിപ്പിച്ച് കളയാൻ നോക്കത്തില്ല, എന്നെ ആദായപ്പെടുത്തുവാൻ നോക്കും. എൻ്റെ കുറവുകൾ കണ്ടാൽ, എൻ്റെ വീഴ്ചകൾ കണ്ടാൽ എന്നെ നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ഒരു വൈരാഗ്യത്തോടുകൂടെ, കോപത്തോടുകൂടെ, ക്രോധത്തോടുകൂടെ, പകയോടുകൂടെ, അസൂയയോടുകൂടെ എന്നെ നോക്കുകയില്ല. എന്നെ അല്ലെങ്കിൽ ഒളിവിലിരുന്നു കൊണ്ട് എനിക്ക് വിരോധമായി പ്രവർത്തിക്കുവാൻ അവർ താല്പര്യപ്പെടുകയില്ല. അങ്ങനെ ചെയ്താൽ അവർ എൻ്റെ ആത്മാവിനെ നശിപ്പിച്ച് കളയുന്നു, എന്നെ കോപിഷ്ഠനാക്കുന്നു, എന്നെ ഇല്ലാതാക്കുന്നു. അവർക്ക് എൻ്റെ നാശമാണ് ഇഷ്ടം, എൻ്റെ താഴ്ചയാണ് അവർക്ക് ഇഷ്ടം. എന്നാൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൂടെ ദൈവമുണ്ട്, കർത്താവുണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് അംഗീകരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് ദാവീദ് ഇവിടെ പ്രസ്താവിക്കുന്നത്. നോക്കൂ, ആ വചനം വളരെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കൂ. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. നിങ്ങൾ എന്നെ താങ്ങിയില്ലെങ്കിലും എന്നെ താങ്ങുവാൻ ഒരുത്തനുണ്ട്, അത് ദൈവമാണ്. അതിനുശേഷം ദാവീദ് വളരെ വ്യക്തമായി പറയുകയാണ്, ഞാൻ വിശ്വസിച്ചവരും സ്നേഹിച്ചവരും ഒക്കെ എനിക്ക് ശത്രുക്കളായി എൻ്റെ പ്രാണനെ നശിപ്പിച്ച് കളയാൻ നോക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നു, അവരോടുകൂടെ ദൈവമില്ല. തീർച്ചയായിട്ടും അവരോടുകൂടെ കർത്താവ് ഉണ്ടായിരുന്നുവെങ്കിൽ അവരെൻ്റെ പ്രാണനെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ നശിച്ചു പോകാതെ വണ്ണം എന്നെ നേടുവാൻ അവർ ചിന്തിക്കുമായിരുന്നു. നമ്മുടെ കൂട്ടുകാരിലും, നമ്മുടെ നടത്തിപ്പുകാരിലും, നമ്മളെക്കാൾ ശ്രേഷ്ഠരിലും, നമ്മുടെ മാതാപിതാക്കളിലും, അല്ലെങ്കിൽ സഹവിശ്വാസികളിലും ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണമുള്ളതായ വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവരോടുകൂടെ കർത്താവില്ല, അവരോടുകൂടെ ദൈവം ഉണ്ടായിരിക്കുകയില്ല. അവരോടുകൂടെ ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്നെ നശിപ്പിക്കാതെ അവരെന്നെ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മോടുകൂടെ ദൈവം ഉണ്ട് എന്ന് നമുക്ക് ചിന്തയുണ്ടെങ്കിൽ, നമ്മിൽ കർത്താവുണ്ട് എന്ന് നാം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളും തിരിച്ച് ആരെയും നശിപ്പിച്ച് കളയത്തില്ല, ആരുടെയും പ്രാണനെ നമ്മൾ നഷ്ടപ്പെടുത്തത്തില്ല. അവരെ താങ്ങും, അവരുടെ കഷ്ടങ്ങളിൽ അവരെ താങ്ങും, അവരുടെ കുറവുകളിൽ, അവരുടെ താഴ്ചകളിൽ, അവരുടെ വീഴ്ചകളിൽ, അവരുടെ അപരാധങ്ങളിൽ, അവരുടെ പോഷത്വങ്ങളിൽ, അവരുടെ ബുദ്ധികേടുകളിൽ, അവരുടെ പരിജ്ഞാനക്കുറവുകളിൽ നമ്മൾ അവർക്ക് താങ്ങാൻ തണലുമായി അവരോട് കൂടെ നിൽക്കും. അതിൻ്റെ അർത്ഥം നമ്മോടുകൂടെ കർത്താവുണ്ടെന്നാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആരോടുകൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ദൈവം ആരുടെ അടുത്തുണ്ടോ, ആർക്ക് ദൈവം സഹായകനായി നിൽക്കുന്നുണ്ടോ അവർക്ക് മാത്രമേ ആ സൽപ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ലോകത്തിൽ നമുക്ക് പലരെയും കാണാം. ചില ശുശ്രൂഷക്കാരുണ്ട്, ചില വലിയ വലിയ അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നിൽക്കുന്നവരെന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. എന്നാൽ അവർ പലരെയും നഷ്ടപ്പെടുത്തുന്നവരാണ്, പലരെയും വില കൊടുക്കാത്തവരാണ്, പലരെയും ബഹുമാനിക്കാത്തവരാണ്, പലരെയും താങ്ങാൻ കഴിവില്ലാത്തവരാണ്, അശക്തരാണ്.
എങ്കിലും അവർ വാക്കുകളിൽ കൂടെ അവരോടുകൂടെ കർത്താവുണ്ട് എന്ന് അവകാശപ്പെടുന്നു. ദാവീദ് ഇവിടെ പറയുകയാണ്, എന്നെ നശിപ്പിക്കാത്തവനാരോ, എന്നെ താങ്ങുന്നവനാരോ, അവനോടുകൂടെ ദൈവമുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ വേറൊരുവനിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് നമ്മിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ളതായ ഒരു വ്യക്തമായ ഉത്തരവാദിത്വം കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തരികയാണ്. ഒരുവനിൽ കർത്താവില്ല, ഒരുവനിൽ ദൈവമില്ല എന്ന് അവരെ പഴിചാരുന്നതിന് മുൻപ് തീർച്ചയായിട്ടും അവരിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, പക്ഷെങ്കിൽ എനിക്ക് ദൈവം സഹായമായിരിക്കുന്നു. ദാവീദ് അതാണ് പറയുന്നത്. ഇതാ ദാവീദ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. ദൈവം നമ്മുടെ സഹായകനാകണമെങ്കിൽ നമ്മുടെ പ്രാണനെ നശിപ്പിക്കാതെ നമ്മെ താങ്ങുന്നുവെങ്കിൽ ദൈവം നമ്മോടുകൂടെ കൂടെ ഉണ്ട് എന്നർത്ഥം. അതിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ ഉള്ളതിനാൽ നാം അതിനകത്ത് സന്തോഷിച്ച് നമ്മൾ തൃപ്തിപ്പെടുകയല്ല, എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മൾ പലരെയും നഷ്ടപ്പെടുത്താതെ താങ്ങുന്നവരും ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് ആലോചന തരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും ദൈവമുണ്ട് എന്ന് കർത്താവുണ്ടെന്ന് അവകാശപ്പെടുന്ന അനേക ശ്രേഷ്ഠന്മാരെയൊക്കെ നമ്മളുടെ ലോകം ശ്രേഷ്ഠന്മാരെന്ന് കാണുന്നതായ വലിയ വലിയ ആൾക്കാരെയൊക്കെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരാധന സ്ഥലങ്ങളിലും നമ്മൾ ജീവിക്കുന്നതായ സമൂഹത്തിലൊക്കെയും ദൈവത്തോട് കൂടെ നടക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരൊക്കെ കാണുമായിരിക്കാം. എന്നാൽ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരുടെ വാക്കുകൾ കൊണ്ട്, അവരുടെ പ്രവൃത്തികൾ കൊണ്ട്, അവരുടെ ബിഹേവിങ് കൊണ്ട് ആരുടെയെങ്കിലും പ്രാണൻ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരോടുകൂടെ ദൈവമില്ല എന്നുള്ളതായ ഒരു വ്യക്തമായ സൂചനയും, അതോടൊപ്പം അതിനു മുൻപ് തന്നെ അവരിൽ ദൈവമില്ല എന്ന് നാം സ്ഥാപിക്കുന്നതിന് മുൻപ് നാം മറ്റുള്ളവരുടെ പ്രാണനെ താങ്ങുന്നത് കൊണ്ട് നമ്മിൽ ദൈവമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, അപ്പോഴാണ് ദൈവം എൻ്റെ സഹായമായി ഇരിക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങളിൽ, പരിശോധനകളിൽ പലരും നമുക്കെതിരായി പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ട് ഭാരപ്പെടേണ്ട, അവരോടുകൂടെ കർത്താവില്ല. പിന്നെ എങ്ങനെ അവർക്ക് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും അവർക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മളെ നശിപ്പിക്കാൻ പലരും പരിശ്രമിക്കുന്നത് കൊണ്ട്, നമ്മളെ തള്ളിക്കളയുവാൻ, താഴ്ത്തിക്കളയുവാൻ, നമ്മെ മുടിച്ചു കളയുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവരോടുകൂടെ കർത്താവില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി, ദൈവത്തിൻ്റെ ആത്മാവും ആ വചനത്തോടുകൂടെ ചേർന്ന് നമ്മോട് പറയുകയാണ്. അതിന് പ്രതിവിധി എന്താണ്? എന്നാൽ നമ്മോടുകൂടെ ദൈവമുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃക. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെയുള്ള വ്യക്തികളെയാണ് നോക്കിക്കാണുന്നത്. അതാർക്ക് കഴിയും? ദൈവം സഹായമായിരിക്കുന്ന മനുഷ്യർക്ക് അങ്ങനെയുള്ള ഒരു ശക്തി ഉണ്ടാകും, അങ്ങനെയുള്ള ഒരു അഭിഷേകം ഉണ്ടാകും, അങ്ങനെയുള്ള ഒരു കൃപയുണ്ടാകും, അങ്ങനെയുള്ള ഒരു ജ്ഞാനമുണ്ടാകും. ഈ ജ്ഞാനം ലോകത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ, നാം മറ്റുള്ളവരെ നശിപ്പിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, നമ്മുടെ ആലോചന കൊണ്ട്, നമ്മുടെ കൂട്ടുകെട്ടുകൾ കൊണ്ട് ഒരുവന് ഒടുക്കം വരാത്തതായ, ഒരുവനെ നേടുന്നതും സ്നേഹിക്കുന്നതും ഉയർത്തിക്കൊണ്ടുപോകുന്നതുമായ ഒരു ജീവിതം, ഒരു സ്വഭാവമാണ് കർത്താവ് നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മോടുകൂടെ കർത്താവ് ഇരിക്കുന്നു, നമ്മോടുകൂടെ കർത്താവ് വരുന്നു. നാം ചെയ്യുന്നതൊക്കെയും സാധിക്കും, അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അവൻ്റെ കൽപ്പനകളിൽ പ്രമാണിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ, അല്ലെങ്കിൽ ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയാണ്. പക്ഷെങ്കിൽ നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ സഭയിലും നിവർന്നു നിൽക്കുന്നതായ, ആറ്റരികത്ത് നട്ടിരിക്കുന്നതായ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതായ, അല്ലെങ്കിൽ ഒരു നീതിവൃക്ഷം പോലെ ഇരിക്കും. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും നശിപ്പിച്ച് കളയരുത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ആരെയും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ പ്രവൃത്തികളും, നമ്മുടെ ദർശനങ്ങളും, നമ്മുടെ ഉപദേശങ്ങളും, നമ്മുടെ ജീവിതവും മറ്റുള്ളവൻ്റെ ആത്മാവിനെ താങ്ങുന്നതായിരിക്കട്ടെ, അവരെ നിലനിർത്തുന്നതായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.